ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ് താപം നിത്യജീവിതത്തിൽ എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ലെറ്റ്സ് അസസ് വിലയിരുത്തൽ പ്രവർത്തനവുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്റർ എക്സ്പ്ലനേഷനും അതിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ വേരിയസ് സിറ്റുവേഷൻസ് വേർ ഹീറ്റ് എനർജി ഈസ് യൂസ്ഡ്? താപോർജ്ജം പ്രയോജനപ്പെടുത്തുന്ന വിവിധ സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫോർ കുക്കിംഗ്, ഫോർ അയണിങ് ക്ലോത്ത്സ്, ഹീറ്റേഴ്സ്, ഫോർ വെൽഡിംഗ് പേർപ്പസസ്, ഫോർ ഡ്രൈയിങ് ക്ലോത്ത്സ്. പാചകത്തിന്, തുണികൾ ഇസ്തിരിയിടുന്നതിന്, ഹീറ്ററുകളിൽ, വെൽഡിംഗ് ആവശ്യങ്ങൾക്ക്, തുണികൾ ഉണക്കുന്നതിന്. ഇതിനൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഹീറ്റ് എനർജിയാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ice is the solid form of water. What happens when ice is exposed to air? ജലത്തിൻ്റെ ഖരരൂപമാണ് ഐസ്. വായുവിൽ ഐസ് തുറന്നു വെച്ചാൽ എന്ത് സംഭവിക്കും? എന്താണ്? വെൻ ഐസ് ഈസ് എക്സ്പോസ്ഡ് ടു എയർ ഇറ്റ് മെൽറ്റ്സ് ബൈ അബ്സോർബിങ് ദ ഹീറ്റ്. ഐസ് വായുവിൽ തുറന്നു വെച്ചാൽ അത് ചൂട് ആഗിരണം ചെയ്ത് ഉരുകുകയാണ് ചെയ്യുക. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വെൻ വാട്ടർ ഈസ് ബോയിൽഡ്? ജലം തിളപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്താണ്? വെൻ വാട്ടർ ഈസ് ബോയിൽഡ് ഇറ്റ് ബിക്കം സ്റ്റീം. സ്റ്റീം ഈസ് എ ഗ്യാസസ് ഫോം ഓഫ് വാട്ടർ. എന്താണ്? ജലം തിളക്കുമ്പോൾ അത് നീരാവിയാകും. ജലത്തിൻ്റെ വാതക രൂപമാണ് നീരാവി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ, take water at normal temperature in one glass tumbler and hot water in another one. Put some ice cubes in both glasses. Ice cubes in which glass melts faster? Why? ഒരു ഗ്ലാസ്സിൽ സാധാരണ താപനിലയിലുള്ള ജലവും മറ്റൊരു ഗ്ലാസ്സിൽ ചൂടുള്ള ജലവും എടുക്കുക. രണ്ടിലും ഏതാനും ഐസ് ക്യൂബുകൾ ഇടുക. ഏത് ഗ്ലാസ്സിലെ ഐസ് ക്യൂബുകളാണ് വേഗത്തിൽ ഉരുകുന്നത്? എന്തുകൊണ്ട്? ഐസ് ക്യൂബ്സ് ഇൻ ഹോട്ട് വാട്ടർ മെൽറ്റ് ഫാസ്റ്റർ. ഐസ് റിക്വയർസ് ഹീറ്റ് ഫോർ മെൽറ്റിംഗ്. ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് മോർ ഈസിലി ഫ്രം ഹോട്ട് വാട്ടർ. അഥവാ ചൂടുള്ള വെള്ളത്തിൽ ഐസ് ക്യൂബുകൾ വേഗത്തിൽ ഉരുകുന്നു. ഐസ് ഉരുകുന്നതിന് ചൂട് ആവശ്യമാണ്. ചൂട് വെള്ളത്തിൽ നിന്ന് ചൂട് കൂടുതൽ എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിലിട്ട് ഐസ് പെട്ടെന്ന് ഉരുകുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹാവ് യു നോട്ടീസ്ഡ് കോക്കനട്ട് ഓയിൽ സോളിഡിഫൈങ് ഡ്യൂറിങ് വിന്റർ? വാട്ട് ഈസ് ദ റീസൺ? തണുപ്പ് കാലത്ത് വെളിച്ചെണ്ണ കട്ടിയാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് കാരണം? ഡ്യൂറിങ് വിന്റർ ദ ടെമ്പറേച്ചർ ഡിക്രീസസ് ആൻഡ് കോക്കനട്ട് ഓയിൽ സോളിഡിഫൈസ്. ശൈത്യകാലത്ത് താപനില കുറയുകയും വെളിച്ചെണ്ണ കട്ടിയാവുകയും ചെയ്യുന്നു. അപ്പോൾ താപനില കുറയുമ്പോൾ വെളിച്ചെണ്ണ കട്ടിയാകും. ആറാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ ഐസ് ഗെറ്റ് ദ ഹീറ്റ് എനർജി റേഡിയേറ്റഡ് ഫ്രം ദ ഫ്ലെയിം ഓഫ് ദ ഗ്യാസ് സ്റ്റൗ? ഗ്യാസ് സ്റ്റൗവിൻ്റെ തീനാളത്തിൽ നിന്ന് പ്രസരിക്കുന്ന താപോർജ്ജം അരിക്ക് ലഭിച്ചത് എങ്ങനെയാണ്? റൈസ് ഗെറ്റ്സ് കുക്ക്ഡ് വെൻ ദ ഹീറ്റ് റേഡിയേറ്റിംഗ് ഫ്രം ദ ഫ്ലെയിം ഓഫ് ദ സ്റ്റൗ ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ ദ പോട്ട് ആൻഡ് വാട്ടർ ആൻഡ് റീച്ചസ് ദ റൈസ്. സ്റ്റൗവിന് തീനാളത്തിലൂടെ പ്രസരിക്കുന്ന താപം പാത്രത്തിലൂടെയും വെള്ളത്തിലൂടെയും കൈമാറി അരിയിൽ എത്തുന്നതുകൊണ്ടാണ് അരി വേവുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്? എന്താണ് താപപ്രേഷണം എന്ന് പറയുന്നത്? ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് റെഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കണ്ടക്ഷൻ? എന്താണ് ചാലനം? When heat is received at one end of a metal rod, the molecules at that end receive to heat and transfer it to the nearest molecules. This method of transmission of heat is transmitted through conduction. ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം നടത്തുന്ന രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. ഖരവസ്തുക്കളിൽ താപപ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. നയൻത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പുവർ കണ്ടക്ടേഴ്സ്? എന്താണ് സുജാലകങ്ങളും കുജാലകങ്ങളും? എന്താണ്? Substances which allow heat to pass through them well by conduction are called good conductors. Example, copper, silver, gold, aluminium, etc. അഥവാ താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുജാലകങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണമാണ് ചെമ്പി, വെള്ളി, സ്വർണം, അലുമിനിയം, സ്റ്റീൽ എന്നിവയൊക്കെ. Those substances which do not allow heat to pass through them well are poor conductors. Rubber, wood, plastic, paper, etc. These are the examples. താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ കുജാലകങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം റബ്ബർ, മരം, പേപ്പർ, പ്ലാസ്റ്റിക്. 10th question, sometime we are using good conductors and poor conductors in the same vessel. Explain the reason for this.
ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് സച്ച് വെസൽസ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കുക്കറിൻ്റെയും പാനിൻ്റെയും പിക്ചർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരേ പാത്രത്തിൽ സുജാലകങ്ങളും കുജാലകങ്ങളും ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കാരണം വിശദീകരിക്കുക. ഇത്തരത്തിലുള്ള പാത്രങ്ങൾക്ക് കൂടുതൽ ഉദാഹരണം കണ്ടെത്തുക. യൂട്ടൻസിൽസ് ലൈക്ക് പ്രഷർ കുക്കേഴ്സ് ആൻഡ് ഫ്രൈ പാൻസ് ഹാവ് ബേസ്ഡ് മെയ്ഡ് ഓഫ് മെറ്റീരിയൽസ് ലൈക്ക് അലുമിനിയം ആൻഡ് സ്റ്റീൽ ടു എൻഷുർ ഈവൻ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. The hand is made of materials like plastic or wood to prevent heat transfer and keep it cool to touch. എന്താണ്, അലുമിനിയം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാത്രം ഉണ്ടാക്കുന്നത്. അത് ഹീറ്റ് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കോ വുഡോ ഉപയോഗിച്ചിട്ടാണ്. അതെന്തിനാണ്? അത് ഹീറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് നല്ല ഒരു കൂൾ ടച്ച് കിട്ടാനും വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ ഓഫ് സച്ച് വെസൽസ് സോസ് പാൻ, ഗ്രിൽ പാൻ ആൻഡ് കടായി. പ്രഷർ കുക്കർ, ഫ്രൈ പാൻ തുടങ്ങിയ പാത്രങ്ങൾ അലുമിനിയം, സ്റ്റീൽ തുടങ്ങിയ വസ്തുക്കളാൽ നിർമ്മിച്ചതാണ്. ഇത് സുജാലകങ്ങളാണ്. താപപ്രേഷണം തടയുന്നതിന് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ തടി പോലുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഇവയുടെ പിടി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കുജാലകങ്ങളാണ്. കടായി, സോസ് പാൻ, ചീനച്ചട്ടി ഇതൊക്കെ ഇത്തരത്തിലുള്ള പാത്രങ്ങൾക്ക് ഉദാഹരണമാണ്. 11th question, വാട്ട് ഈസ് കൺവെക്ഷൻ? സംവഹനം എന്നാൽ എന്ത്? Convection is the method of transmission of heating gases and liquid by the displacement of molecules. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലം നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. 12th question, what is radiation? വികിരണം എന്നാൽ എന്ത്? Radiation is the method by which heat is transmitted without the help of a medium. Heat is transmitted to all directions through radiation. Heat from the sun reaches the earth by radiation. White or smooth surfaces reflect radiant heat more than black or rough surfaces. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപപ്രേഷണം ചെയ്യപ്പെടുന്നു. സൂര്യൻ്റെ താപം ഭൂമിയിൽ എത്തുന്നത് വികിരണം വഴിയാണ്. ഇരുണ്ടതോ പരുപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കും. ഇനി 13th question, write down some situations where heat is transmitted by radiation. വികിരണം വഴി താപപ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ എഴുതാൻ. 1. ഹീറ്റ് ടച്ചസ് ഡൗൺ ഫ്രം എ ഗ്ലോയിങ് ഫിലമെന്റ് ബൾബ്. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഫിലമെന്റ് ബൾബിൽ നിന്നും താപം താഴെയെത്തുന്നു. 2. ഹോട്ട് വെസൽ സ്പ്രെഡ് ഹീറ്റ് ടു ദ സറൗണ്ടിങ്സ്. ചൂടുള്ള പാത്രത്തിൽ നിന്ന് ചുറ്റുപാടിലേക്ക് ചൂട് വ്യാപിക്കുന്നു. 3. സിറ്റിംഗ് നിയർ എ ക്യാമ്പ് ഫയർ ഓർ ഫയർ പ്ലേസ് വി ഫീൽ വാംത്. ഒരു ക്യാമ്പ് ഫയർ അല്ലെങ്കിൽ അടുപ്പിന് സമീപം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 14th question, വാട്ട് ഈസ് ഹോട്ട് ബോക്സ് യൂസ്ഡ് ഫോർ? ചൂടാറാപ്പെട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത്? A hot box is a system used to reduce the use of cooking fuel and to keep cooked food item from losing heat. പാചക ഇന്ധനത്തിന് ഉപയോഗം കുറയ്ക്കുന്നതിനും പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനുമുള്ള സംവിധാനമാണ് ചൂടാറാപ്പെട്ടി. നെക്സ്റ്റ്, ഹൗ ഈസ് ലോസ് അവോയ്ഡഡ് ഇൻ എ ഹോട്ട് ബോക്സ്? ചൂടാറാപ്പെട്ടിയിൽ താപനഷ്ടം ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? തെർമോകോൾ ഈസ് യൂസ്ഡ് ഇൻ ദ ഹോട്ട് ബോക്സ് ആസ് ഇറ്റ് ഈസ് എ പുവർ കണ്ടക്ടർ. The heat loss through conduction is reduced. Heat loss through convection is reduced as the hot box is kept closed. ചൂടാറാപ്പെട്ടിയിൽ തെർമോകോൾ ഉപയോഗിക്കുന്നു. ഇതെന്താണ്? ഒരു കുജാലകം ആയതിനാൽ ചാലനം വഴി താപനഷ്ടം കുറയുകയും ചൂടാക്കി വെക്കുന്നതിനാൽ സംവഹനം വഴി താപനഷ്ടം കുറയുകയും ചെയ്യുന്നു. 16th question, which are the situations you have noticed in daily life related to thermal expansion of solids? നിത്യജീവിതത്തിൽ ഖരവസ്തുക്കളുടെ താപീയ വികാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? 1. Electrical lines staggered in summer because the metal wires expand as the temperature increases. 2. On very hot days, metal doors or window frames may expand and become difficult to open or close. 3. Gaps between section of railway tracks. These gaps allow for the expansion of the metal rails in hot weather. ഇലക്ട്രിക് പോസ്റ്റിലെ വൈദ്യുത കമ്പികൾ വേനൽക്കാലത്ത് അയഞ്ഞു പോകുന്നു. വളരെ ചൂടുള്ള ദിവസങ്ങളിൽ ലോഹവാതിലുകളോ ജനൽ ഫ്രെയിമുകളോ വികസിക്കുകയും തുറക്കാനും അടക്കാനും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. അടുത്തത്, റെയിൽവേ ട്രാക്കുകളുടെ ഇടയിലുള്ള വിടവുകൾ. ഈ വിടവുകൾ ചൂടുള്ള കാലാവസ്ഥയിൽ മെറ്റൽ റെയിലുകൾ വികസിപ്പിക്കാൻ അനുവദിക്കുന്നു. 17th question,
ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദിസ് ബൈ അനലൈസിങ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. താഴെ പറയുന്ന സന്ദർഭങ്ങൾ പരിശോധിച്ച് കാരണം കണ്ടെത്താനാണ്. ഫസ്റ്റ് വൺ, എ വെരി ടൈറ്റ് പെൻ ക്യാപ്പ് ഈസ് റിമൂവ്ഡ് ബൈ ഹീറ്റിംഗ് ജെന്റ്ലി. മുറുകി ഉറപ്പിച്ച പോയ പെൻ ക്യാപ്പ് ചെറുതായി ചൂടാക്കി ഊരിയെടുക്കുന്നു. അവിടെ എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? വെൻ ഹീറ്റഡ് ദ ലൈറ്റ് പെൻ ക്യാപ്പ് എക്സ്പാൻഡ്സ് ആൻഡ് ബിക്കംസ് ലൂസ് ആൻഡ് ഇറ്റ് ക്യാൻ ഈസിലി ബി റിമൂവ്ഡ്. ചൂടാക്കിയാൽ പെൻ ക്യാപ്പ് വികസിക്കുകയും അയയുകയും ചെയ്യുന്നു. അപ്പോൾ വേഗത്തിൽ ഊരിയെടുക്കാൻ വേണ്ടി സാധിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ടൈറ്റ് ലിഡ് ഓഫ് എ സ്റ്റീൽ ടിഫിൻ ബോക്സ് ഈസ് ഓപ്പൺഡ് ബൈ ജെന്റ്ലി ഹീറ്റിംഗ്. മുറുകിയ സ്റ്റീൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ് ചൂടാക്കി തുറക്കുന്നു. അവിടെ എന്താണ്? ബൈ ഹീറ്റിംഗ് ദ ടൈറ്റ് ലിഡ് ഓഫ് ദ ടിഫിൻ ബോക്സ് എക്സ്പാൻഡ്സ് ആൻഡ് ലൂസ്നെസ് ആൻഡ് ഇറ്റ് ക്യാൻ ഈസിലി ഓപ്പൺ. മുറുകിയ സ്റ്റീൽ ചോറ്റുപാത്രത്തിൻ്റെ അടപ്പ് ചൂടാക്കുമ്പോൾ വികസിക്കുകയും അയയുകയും ചെയ്യുന്നു. അപ്പോൾ വേഗത്തിൽ തുറക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ടെമ്പറേച്ചർ? താപനില എന്നാൽ എന്ത്? Temperature is the term that indicates the degree of hotness. The unit used to indicate temperature are degree Celsius and degree Fahrenheit. A clinical thermometer is used to measure body temperature. Normal temperature of human body is 37 degrees Celsius. That means 98.60 Fahrenheit. Laboratory thermometer is an instrument used in a laboratory to measure temperature. താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില എന്ന് പറയുന്നത്. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ യൂണിറ്റുകളാണ് താപനില സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. താപനില അളക്കാൻ ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കുന്നു. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ? അന്തരീക്ഷ താപനില എന്നാൽ എന്ത്? The temperature of atmosphere around Earth varies according to time and weather. Temperature is more in daytime and comparatively less in night. Similarly, temperature in the morning will be different from that in the noon. The change in atmospheric temperature causes many natural phenomena. ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ താപനില സമയത്തിനും കാലാവസ്ഥക്കും അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. പകൽ സമയങ്ങളിൽ താപനില കൂടുതലും രാത്രികളിൽ താരതമ്യേന കുറവുമാണ്. അതുപോലെ രാവിലത്തെ ഊഷ്മാവ് ഉച്ചയേക്കാൾ വ്യത്യസ്തമായിരിക്കും. അന്തരീക്ഷ ഊഷ്മാവിലെ മാറ്റം പല പ്രകൃതി പ്രതിഭാസങ്ങൾക്കും കാരണമാകുന്നു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്? എന്താണ് കരക്കാറ്റും കടൽക്കാറ്റും? In daytime, as the land becomes hotter than sea, the atmospheric air over the land is warmer compared to air over the sea. As the warm air over land moves upward, as it is expanded, the cool air over the sea flows towards the land. This is sea breeze. Sea breeze normally forms in daytime. ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ്. കരയോട് തൊട്ടു മുകളിലുള്ള വായു ചൂടുപിടിക്കുന്നു. ഈ വായു വികസിച്ച് മുകളിലേക്ക് പോകുന്നു. കരയുമായി താരതമ്യപ്പെടുത്തിയാൽ കടലിന് മുകളിലെ വായു തണുത്തതാണ്. കരയിലെ ചൂടുപിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിന് മുകളിലെ തണുത്ത വായു ഈ സ്ഥലത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ, at night, land cools faster than sea, so the air over land is denser compared to warmer air over sea. As the air over sea is warmer and expanded, the cold denser air moves from land side to sea side. This wind is called land breeze. Land breeze is generally produced in night time. കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു. അതിനാൽ കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലാണ്. അതിനാൽ കടലിന് മുകളിലെ വായുവാകും കൂടുതൽ വികസിച്ചിരിക്കുക. അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നു. ഇത് കരക്കാറ്റിന് കാരണമാകുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പാഠഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ വിലയിരുത്തൽ പ്രവർത്തനം നോക്കാം. ഇതിൽ ഒന്നാമത്തെ പ്രവർത്തനം, നിത്യജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ. വലിച്ചു കെട്ടിയ വൈദ്യുതി കമ്പികൾ വേനൽക്കാലത്ത് അയയുന്നു. ഒരു PVC പൈപ്പിൻ്റെ ഒരഗ്രം ചൂടാക്കി അതിനുള്ളിൽ അതേ വ്യാസമുള്ള മറ്റൊരു പൈപ്പിൻ്റെ അഗ്രം ഇറക്കി യോജിപ്പിക്കുന്നു. ചോദ്യം, താപവുമായി ബന്ധപ്പെട്ട് വസ്തുക്കളുടെ ഏത് സവിശേഷതയാണ് ഈ രണ്ട് സന്ദർഭങ്ങളിലും പ്രകടമാകുന്നത്? ഏതാണ്? ഖരവസ്തുക്കളുടെ താപീയ വികാസമാണ്. ചോദ്യം, വെയിലത്ത് വെച്ച് വീർപ്പിച്ച ബലൂൺ പൊട്ടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാമോ? എന്തുകൊണ്ടാണ്? ഒന്ന്, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള താപവും ബലൂണിൻ്റെ പൊട്ടാനുള്ള പ്രതീതിയും ബലൂണിനുള്ളിലെ വായു വികസിപ്പിക്കുന്നു. ഇങ്ങനെയാണത് പൊട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ്.
ഇതിൽ ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ സം സിറ്റുവേഷൻസ് ഇൻ എവറി ഡേ ലൈഫ്. എന്താണ് താഴെ കുറച്ച് നമ്മുടെ നിത്യജീവിതത്തിലെ കുറച്ച് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ടൈറ്റ്ലി ബൗണ്ട് ഇലക്ട്രിക് വയേഴ്സ് ഗെറ്റ് സേഗ്ഡ് ഇൻ സമ്മർ. One end of a PVC pipe is heated and the end of another pipe of the same diameter is inserted into the joint. ഇവിടെ എ ചോദ്യം, വിച്ച് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ വിത്ത് റെസ്പെക്ട് ടു ഹീറ്റ് ഈസ് എവിഡൻറ്റ് ഇൻ ദ എബവ് ടു കേസസ്. ഇവിടെ രണ്ട് കേസസിൽ ഏത് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇവിടെ തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇലക്ട്രിക് വയേഴ്സൊക്കെ എന്താവുന്നത്, അയയുന്നതും അതുപോലെ ഒരു PVC പൈപ്പ് ചൂടാക്കി അതിനുള്ളിലേക്ക് മറ്റൊന്ന് കയറ്റുന്നതും ഇതുകൊണ്ടാണ്. ബി ചോദ്യം, ബേസ്ഡ് ഓൺ ദിസ് ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ എ ഫുള്ളി inflated balloons burst when exposed to sunlight. അഥവാ സൺലൈറ്റിലൊക്കെ നമ്മുടെ ബലൂണൊക്കെ പൊട്ടുന്നതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? എയർ ഇൻസൈഡ് ദ ബലൂൺ എക്സ്പാൻഡ് ഡ്യൂ ടു ഹീറ്റ് ഫ്രം സൺലൈറ്റ് ആൻഡ് ദ ബലൂൺ ബ്രസ്റ്റ്. അഥവാ ബലൂണിൻ്റെ ചൂട് കാരണം ചൂട് കാരണം അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഉള്ളിൽ ആ ഒരു പൊട്ടാനുള്ള പ്രതീതിയും കൂടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചൂട് തട്ടുമ്പോൾ പൊട്ടുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരു പരീക്ഷണത്തിൻ്റെ ക്രമീകരണം ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു പരീക്ഷണത്തിൻ്റെ ക്രമീകരണം നൽകിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ട്യൂബ് ഘടിപ്പിച്ച ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ ഒരു ബീക്കറിലെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുന്നു. ട്യൂബിൻ്റെ അഗ്രഭാഗം ജലം നിറച്ച മറ്റൊരു ഗ്ലാസ് ജാറിൻ്റെ അടിഭാഗത്തുള്ള സുഷിരത്തിലേക്ക് കടത്തിവെച്ചിരിക്കുന്നു. എ ചോദ്യം, എന്താണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുക? ഇവിടെ എന്താണ്? വെള്ളം നിറച്ച പാത്രത്തിൽ കുഴലിലൂടെ കുമിളകൾ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം ഏത്? എന്താണ്? ചൂടുവെള്ളത്തിൽ വെച്ചിരിക്കുന്ന ഇഞ്ചക്ഷൻ ബോട്ടിൽ വാതകത്തിൻ്റെ താപവികാസം സംഭവിക്കുമ്പോൾ അതിൽ നിന്നുള്ള വായു ട്യൂബിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതിന് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഒബ്സർവ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് എൻ എക്സ്പെരിമെൻറ്റ് ഷോൺ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിലുള്ള എക്സ്പെരിമെൻറ്റ് നോക്കാനാണ് പറഞ്ഞത്. ആൻ ഇഞ്ചക്ഷൻ ബോട്ടിൽ fitted with a plastic tube is placed in a beaker of hot water. The tip of this tube is inserted into the hole at the bottom of the another jar filled with a water. ഇവിടെ എന്താണ്? ഒരു ഇഞ്ചക്ഷൻ ബോട്ടിലാണ്, അത് ഫില്ല് ചെയ്തിട്ട് അതിൽ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഇട്ടിരിക്കുന്നുണ്ട്. ആ ബീക്കറിൽ മറ്റൊരു ബീക്കറിൽ ഹോട്ട് വാട്ടറിൽ വെച്ചിട്ട് ഇത് അങ്ങോട്ട് അതിൻ്റെ താഴത്തേക്ക് ഒരു ട്യൂബ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ എ ചോദ്യം, വാട്ട് ഡു യു ഒബ്സർവ്? ഇവിടെ എന്താണ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? എന്താണ് ഇതിലൂടെ കാണാൻ പറ്റുന്നത്? ബബിൾസ് കംസ് ഔട്ട് ത്രൂ ട്യൂബ് ഇൻ ജാർ ഫിൽഡ് വിത്ത് വാട്ടർ. എന്താണ്? കുറച്ച് ബബിൾസ് ഒക്കെ ഉള്ളത് ഇങ്ങനെ ആ ട്യൂബിലൂടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിലെ ബി ചോദ്യം, വാട്ട് ഇൻഫറൻസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദിസ്? ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് നിഗമനത്തിലേക്കാണ്, കൺക്ലൂഷനിലേക്കാണ് എത്താൻ വേണ്ടി സാധിക്കുന്നത്? വെൻ ദ ഇഞ്ചക്ഷൻ ബോട്ടിൽ പ്ലേസ്ഡ് ഇൻ ഹോട്ട് വാട്ടർ, thermal expansion of gas take place in it, so the air from the moves through the tube. ഇവിടെ എന്താണ്? തെർമൽ എക്സ്പാൻഷൻ, ഗ്യാസിൻ്റെ തെർമൽ എക്സ്പാൻഷൻ ആണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്ത ചോദ്യം മൂന്നാമത്തേത്, താഴെ തന്നിരിക്കുന്ന വസ്തുക്കളെ താപചാലകതയുടെ അടിസ്ഥാനത്തിൽ തരം തിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം താപചാലകങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടെണ്ണമാണ് തരം തിരിച്ചിട്ടുള്ളത്. ഒന്ന് സുജാലകങ്ങളെന്നും മറ്റൊന്ന് കുജാലകങ്ങളെന്നും അല്ലേ. അപ്പോൾ ഇതിൽ സുജാലകങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പ്, ചെമ്പ്, സ്റ്റീൽ, അലുമിനിയം. കുജാലകങ്ങൾ കടലാസ്, ബേക്കലൈറ്റ്, തടി, തുണി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് വേർതിരിച്ച് എഴുതേണ്ടത്. ഇംഗ്ലീഷ് മീഡിയം, ക്ലാസിഫൈ ആൻഡ് ടാബുലേറ്റ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഓൺ ദ ബേസിസ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ബേസിൽ ഈ താഴെ പറയുന്ന സാധനങ്ങളെ ടാബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. താഴെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? അയൺ, പേപ്പർ, ബാക്ക്ലൈറ്റ്, കോപ്പർ, വുഡ്, സ്റ്റീൽ, അലുമിനിയം, ക്ലോത്ത്. ഇതിനെ നമുക്ക് എങ്ങനെ ടാബുലേറ്റ് ചെയ്യാം? ഗുഡ് കണ്ടക്ടേഴ്സ് എന്നും പുവർ കണ്ടക്ടേഴ്സ് എന്നും ആക്കാം അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഗുഡ് കണ്ടക്ടേഴ്സ്? അയൺ, കോപ്പർ, സ്റ്റീൽ, അലുമിനിയം. പുവർ കണ്ടക്ടേഴ്സ് പേപ്പർ, ബാക്ക്ലൈറ്റ്, വുഡ്, ക്ലോത്ത്. ഓക്കെ. നാലാമത്തെ ചോദ്യം, പാചകം ചെയ്യുന്നതിനുള്ള പാത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പാത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥവും അതിൻ്റെ പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? താപം കടത്തിവിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് പറയുന്നത്. ഇവിടെ എന്താണ്? പാത്രങ്ങൾ അലുമിനിയം തുടങ്ങിയ വസ്തുക്കളാൽ നിർമ്മിച്ചതാണ്. ഇത് സുജാലകങ്ങളാണ്. താപപ്രേഷണം തടയുന്നതിന് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ തടി പോലുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഇവയുടെ പിടി നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാത്രങ്ങൾ പിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അതിന് ചൂട് കുറവായിരിക്കും അല്ലേ. അഞ്ചാമത്തെ ചോദ്യം,
ഒരേ അളവിൽ ചൂടുള്ള ചായ സ്റ്റീൽ ഗ്ലാസ്സിൽ തുറന്നും അതേ വലിപ്പമുള്ള ചില്ല് ഗ്ലാസ്സിൽ അടച്ചും വെച്ചിരിക്കുന്നു. ഏത് ഗ്ലാസ്സിലെ ചായയിലാണ് കൂടുതൽ സമയം ചൂട് നിലനിൽക്കുന്നത്? താപപ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കണ്ടെത്തലുകൾ വിശദീകരിക്കാനാണ്. ഇവിടെ എന്താണ്? ചില്ലു ഗ്ലാസ്സിൽ അടച്ചു വെച്ച ചായയുടെ ചൂട് കൂടുതൽ സമയം നിലനിൽക്കുകയും സ്റ്റീൽ ഗ്ലാസ്സിൽ തുറന്നു വെച്ചത് വളരെ വേഗം തണുത്തതായിട്ടും കാണാം. കാരണം സ്റ്റീൽ ഒരു സുജാലകമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂട് വളരെ പെട്ടെന്ന് നഷ്ടപ്പെടും. ചൂട് വേഗം അബ്സോർബ് ചെയ്യുകയും ചെയ്യും, വളരെ വേഗം തന്നെ അത് ലോസ് ആവുകയും ചെയ്യുന്നുണ്ട്. In English medium, fourth one, haven't you noticed the utensils used for cooking? What is the difference between the materials used to make the utensils and its handles? Explain this on the basis of thermal conductivity. അഥവാ നമ്മൾ കണ്ടിട്ടുണ്ട് പാത്രങ്ങളൊക്കെ എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്, എന്ത് വെച്ചിട്ടാണ്? വേറെ മെറ്റീരിയൽസ് വെച്ചിട്ടും അതിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റൊരു മെറ്റീരിയലും വെച്ചിട്ടാണ്. എന്താണ് ഇതിൻ്റെ കാരണം? തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂട്ടൻസിൽസ് ആർ കമ്പോസ്ഡ് ഓഫ് മെറ്റൽസ് ലൈക്ക് സ്റ്റീൽ, copper, aluminum. It all are good conductors of heat. So food get cooked so fast in them. Hence the handle is made of food, backlight, etc. As they poor conductors of heat, we not get heat while warming. എന്താണ്? ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റീല്, കോപ്പർ, അലുമിനിയം തുടങ്ങിയിട്ടുള്ള മെറ്റൽസ് ആണ്. ഇത് ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അത് മാത്രമല്ല അതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് വുഡ്, ബാക്ക്ലൈറ്റ് തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടാണ്. ഇത് പുവർ കണ്ടക്ടേഴ്സ് ആണ്. ഇതെന്താണ്? ഒരിക്കലും ചൂടാവില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, hot tea of same quantity is kept in one open steel tumbler and in a closed glass tumbler of same size. Tea in which tumbler stays hot longer? Explain your findings on the basis of heat transmission. അഥവാ രണ്ട് ഗ്ലാസ്സിലും ഒരേ അളവിൽ ചായ എടുത്തു. ഒന്ന് ഗ്ലാസ് പാത്രത്തിലും മറ്റൊന്ന് സ്റ്റീൽ പാത്രത്തിലും അടച്ചു വെച്ചു. അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ചൂട് നിലനിൽക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? Closed glass tumbler because of steel is good conductor of heat, get lost in it, but glass is poor conductor of heat, so heat will not conduct fastly. എന്താണ് ഇവിടെ ഗ്ലാസ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു ഗുഡ് കണ്ടക്ടറാണ് അല്ലേ? ഗുഡ് കണ്ടക്ടറാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീൽ എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടറാണ്. അതുകൊണ്ട് എന്താണ്? അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ചൂട് പോകും. പക്ഷേ ഗ്ലാസ് എന്ന് പറയുന്നത് പുവർ കണ്ടക്ടറാണ്. അതുകൊണ്ട് തന്നെ അതിൽ കുറേ നേരം ചൂട് നിലനിൽക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗവും അതിലെ ആക്ടിവിറ്റീസും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും ഇതിലെ വിലയിരുത്തൽ പ്രവർത്തനവും നോക്കി. ഇനി നമുക്ക് അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.